ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ ശരിക്കും ആരുടെ കയ്യിലാ? നിങ്ങളുടെയോ അതോ ഈ പറയുന്ന സമൂഹത്തിന്റെയോ? വാ, നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ ശരിക്കും നമ്മുടേത് തന്നെയാണോ? അതോ നമ്മളറിയാതെ മറ്റാരോ എഴുതിവെച്ചൊരു പ്രോഗ്രാമിൽ വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു പാവ മാത്രമാണോ നമ്മൾ ഓരോരുത്തരും? അപ്പോ എന്താണിതിൻ്റെയൊക്കെ ഒരു മൂലകാരണം അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ നമ്മുടെ ഉള്ളിൽ ഒരു തെറ്റായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ്. അതെ, എന്നിട്ട് ഈ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഓരോരോ പ്രവൃത്തികളെയും ആഗ്രഹങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറയുന്ന കണ്ടീഷനിങ്, ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ശരിക്കും നമുക്ക് ജീവിതത്തിൽ വേണ്ടതെന്താ? സമാധാനം, നല്ല ആരോഗ്യം അല്ലേ? പക്ഷേ ഈ പ്രോഗ്രാം നമ്മളോട് പറയുന്നത് അതല്ല. സമൂഹത്തിന്റെ കണ്ണിൽ വിലപിടിപ്പുള്ള എന്നു പറയപ്പെടുന്ന കുറേ അനാവശ്യ കാര്യങ്ങൾക്ക് പിന്നാലെ ഓടാനാണ് ഇത് നമ്മളെ നിർബന്ധിക്കുന്നത്. ഇതിന്റെ ഒരു ഭീകരമായ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ മുന്നിലൊന്ന് ഷൈൻ ചെയ്യാൻ, ഒന്ന് കേമനാണെന്ന് കാണിക്കാൻ വേണ്ടി ജീവിതത്തിൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നമ്മുടെ ആരോഗ്യവും മനസമാധാനവും നമ്മൾ ഒരു ഉളുപ്പുമില്ലാതെ അങ്ങ് വിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ നഷ്ടക്കച്ചവടം തന്നെയല്ലേ? മതി, നിർത്ത്. ഈ പാവക്കളി ഇനി മതി. നമ്മുടെ ജീവിതത്തിന്റെ ചെരട് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്ത് കളിക്കുന്നത് അവസാനിപ്പിക്കാൻ സമയമായി. നമ്മുടെ ഉള്ളിൽ ഇത്രയും കാലം കൊണ്ട് ആഴത്തിൽ വേരുപിടിച്ച ഈ തെറ്റായ പ്രോഗ്രാമില്ലേ, അതിപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. ഒരു നിമിഷം പോലും വൈകിക്കരുത്. ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയൂ. ഈ മാനസിക അടിമത്വത്തിൽ നിന്ന് പുറത്തുവരൂ. എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് സ്വയം തിരിച്ചറിയൂ. ശരി, അപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന ഈ സോഷ്യൽ സോഫ്റ്റ്വെയർ എത്രത്തോളം അപകടം പിടിച്ചൊരു ലോജിക്കിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാമല്ലേ? ഇതിനെ ഉപ്പിന്റെ ലോജിക്ക് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ഭക്ഷണത്തിൽ ഒരു നുള്ളുപ്പ് മതി രുചിക്ക്. പക്ഷേ അളവ് കൂടിയാലോ അത് വിഷമായി മാറും അല്ലേ? ഇതേപോലെയാണ് സമൂഹം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ആവശ്യമില്ലാതെ പ്രകടനപരത എന്ന ഉപ്പ് വാരിയിടാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തെ വിഷമയമാക്കുകയല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ജീവിതം എന്ന പരീക്ഷയ്ക്ക് ഒരിക്കലും വരാത്തൊരു സിലബസ് പഠിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയവും ഊർജവും മുഴുവൻ കളയുന്നു. എന്ത് വിരോധാഭാസമാണിത്? ഒരു കണക്ക് പറഞ്ഞാൽ ഇത് ഇങ്ങനെയിരിക്കും. വെറും 100 രൂപയുടെ ആവശ്യമില്ലാത്തൊരു സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ 500 രൂപ വിലമതിക്കുന്ന നമ്മുടെ സമയവും ആരോഗ്യവും വിൽക്കുന്നു. ഇതിനെ പാപ്പരത്തം എന്നല്ലാതെ വേറെ എന്തു വിളിക്കാനാ? അപ്പോ ഈയൊരു പ്രശ്നത്തിന് എന്താണ് പരിഹാരം? എവിടെയാണ് നമുക്ക് ഉത്തരം കിട്ടുക? അതിനായി നമുക്ക് യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ കാലാതീതമായ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയുമാണ് സന്തോഷകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം. എത്ര സിമ്പിളായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാരിക്കൂട്ടി അത് മറ്റുള്ളവരെ കാണിക്കാനടക്കുമ്പോൾ നമ്മുടെ ഊർജം വെറുതെ പോകുകയാണ്. അവസാനം കയ്യിൽ മിച്ചം വരുന്നത് കുറച്ച് അസ്വസ്ഥതയും പിന്നെ ഖേദവും മാത്രമായിരിക്കും. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ പടി എന്താണെന്നും അദ്ദേഹം പറയുന്നുണ്ട്: അപരിഗ്രഹം. അതായത് ഒന്നും സ്വന്തമാക്കി വെക്കാനുള്ള ആർത്തിയില്ലാത്ത അവസ്ഥ. ഈ ആഗ്രഹം കുറയുമ്പോഴാണ് നമ്മുടെ ഊർജം നമുക്ക് ശരിയായ കാര്യങ്ങൾക്ക്, നമ്മുടെ നന്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പോൾ ഈ അറിവൊക്കെ കിട്ടി. ഇനി ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം? എങ്ങനെ ആ കൺട്രോൾ തിരികെ പിടിക്കാം? നമുക്ക് നോക്കാം. ഇത് വെറുമൊരു ലിസ്റ്റല്ല. ഇത് നിങ്ങൾ സ്വയം എടുക്കേണ്ട ഒരു പ്രതിജ്ഞയാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള പ്രതിജ്ഞ. ഈ നിമിഷം തന്നെ തീരുമാനിക്കൂ: സമൂഹത്തിന്റെ ആ തെറ്റായ സോഫ്റ്റ്വെയർ ഞാൻ ഡിലീറ്റ് ചെയ്യും. ആവശ്യമില്ലാത്ത ഭാരമെല്ലാം വലിച്ചെറിയും. മറ്റുള്ളവരുടെ ലേബലുകൾ എനിക്ക് വേണ്ട. എന്റെ ഉള്ളിലെ സമാധാനമാണ് എനിക്ക് വലുത്. ഇന്ന് ഈ നിമിഷം ആ റിമോട്ട് കൺട്രോൾ സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിക്കൂ. നിങ്ങളുടെ ഊർജം നിങ്ങൾക്കായി സംരക്ഷിക്കൂ. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം, നിങ്ങളുടെ സ്വന്തം നിബന്ധനകളിൽ ജീവിക്കാൻ തുടങ്ങൂ. കാരണം അനാവശ്യമായ ഭാരങ്ങളില്ലാതെ സമാധാനത്തോടെ ജീവിക്കുക, അതാണ് നിങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം. പോകുന്നതിനു മുമ്പ് ഒരു അവസാന ചോദ്യം. ഈ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ ഇന്ന് നിങ്ങൾ വലിച്ചെറിയാൻ പോകുന്ന ആദ്യത്തെ അനാവശ്യ ഭാരം എന്തായിരിക്കും? ഒന്ന് ചിന്തിക്കൂ, എന്നിട്ട് പ്രവർത്തിക്കൂ.